ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ തൃശ്ശൂർ പുത്തമ്പള്ളിയിലേക്കാണ് പോകുന്നത് ക്രിസ്മസിന്റെ ആഘോഷങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോയാലോ? കാർ പാർക്ക് ചെയ്ത് 4 പുറത്ത് ഫോട്ടോ എടുത്ത് നമ്മുടെ സേഫ്റ്റി അതിന് പിടിക്കുക. അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, തൃശ്ശൂർ പുത്തമ്പള്ളിയുടെ ചുറ്റുവട്ടത്തായിട്ടാണ് ഈ ഒരു കടകളൊക്കെ വരുന്നത് കേട്ടോ. ഇവിടെ ഒരുപാട് ഷോപ്പുകളാണുള്ളത്. അപ്പോൾ ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാവും ഇവിടുത്തെ കടകളിൽ. അതുപോലെ ഓണം ആയി കഴിഞ്ഞാൽ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസ് ഉണ്ടാവും. സ്കൂൾ ഓപ്പണിങ്ങിന്റെ ടൈം ആയി കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അങ്ങനെയാണ് ഇവിടുത്തെ മാർക്കറ്റ്സ് വരുന്നത് കേട്ടോ. അപ്പോൾ ക്രിസ്മസിന്റെ ഒരു ടൈം ആയി കഴിഞ്ഞാൽ, ഡിസംബർ ആയി കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് പോകാണ്ട ഞങ്ങൾക്ക് പറ്റില്ല. ഞങ്ങൾ തൃശ്ശൂർ സെറ്റിലായാലും പിന്നെ എല്ലാ വർഷവും നമ്മൾ ഈ ഒരു ക്രിസ്മസ് വിപണി കാണാൻ വേണ്ടിയിട്ട് പോകാറുണ്ട്. അത് കണ്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് വീട് പണി നടക്കുകയായിരുന്നു, അതോടൊപ്പം തന്നെ ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു. എന്നിട്ട് പോലും ഞാൻ കാക്കുവിനെ നിർബന്ധിച്ചിട്ട് നമുക്കൊന്ന് പോയി കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടില്ലെങ്കിൽ ഇതൊരു എന്താ പറയാ, അത്രയും മിസ്സാവും തൃശ്ശൂർക്കാർക്ക് ഇത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ കേട്ടോ. എല്ലാ പ്രാവശ്യം വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് വാങ്ങിക്കട്ടെ. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം മാത്രം ഞങ്ങൾ ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം വീട് പണിയൊക്കെ നടക്കുകയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്രാവശ്യം ഒരു ക്രിസ്മസ് ട്രീ വാങ്ങണം എന്ന മോഹവുമായിട്ടാണ് ഞാൻ പുത്തമ്പള്ളി മാർക്കറ്റിലേക്ക് വന്നേക്കുന്നത്. പക്ഷെ എല്ലാത്തിനും തീ പിടിച്ച വിലയായിരുന്നു ഗൈസ്. അതുകൊണ്ട് കുറേ ക്രിസ്മസ് അപ്പൂപ്പന്മാരൊക്കെ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊരു കുഞ്ഞ് ഒരു റെയിൻഡിയറിന് വില ചോദിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ ഒരു ഷോപ്പിനകത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ തൃശ്ശൂർ ഏറ്റവും കൂടുതൽ ടോയ്സ് ഉള്ള ഒരു ഷോപ്പാണ് ഇത് എന്ന് പറഞ്ഞിട്ട് ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഷോപ്പാണ് ഈ ഷോപ്പ് എന്ന് എനിക്ക് ഇപ്പോഴാണ് കേട്ടോ മനസ്സിലാവുന്നത്. എന്തായാലും വില ചോദിച്ചിറങ്ങിയപ്പോൾ കാക്കു അത് അവിടെ തന്നെ ഇരുന്ന കുട്ടാന്ന് പറഞ്ഞാൽ അവിടെ തന്നെ അത് കൊണ്ടുപോയിട്ടിട്ടുണ്ട്. ഇതാണ് കേട്ടോ ആ ഷോപ്പിന്റെ ഉള്ളിൽ വരുന്നത്. ഒരുപാട് ഡോൾസ് ആണ് ഇവിടെ ഉള്ളത്. മറ്റേ ആ ഒരു പഞ്ഞിയിൽ വരുന്ന ഒരു എന്താ സ്പോഞ്ച് ആയിട്ടുള്ള ഒരു ഡോൾസ് ഉണ്ടല്ലോ, അതാണ് ഈ ഒരു കടയിലുള്ളത് കേട്ടോ. എനിക്ക് തോന്നുന്നു ആയിരക്കണക്കിന് ലക്ഷങ്ങളുണ്ടെന്ന് തോന്നുന്നു. അത്രയും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. 2 സൈഡിലും നമുക്ക് നടക്കാൻ സ്ഥലം ഉണ്ടാവില്ല. 2 സൈഡിലും ഇങ്ങനെ ടോയ്സ് വെച്ചേക്കുവാണ്. പക്ഷെ കാണുന്ന പോലെ ഒന്നുമല്ല ഗൈസ്, എല്ലാത്തിനും നല്ല വില ഉണ്ടായിരുന്നു. 200 രൂപയ്ക്കൊന്നും ടോയ്സ് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ആ കടക്കാരനോട് ചേട്ടാ 200 രൂപയ്ക്ക് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആകെ 2-3 എണ്ണമാണ് പുള്ളി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതൊന്നും അത്ര രസമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ അത്. അപ്പോൾ നമ്മൾ വേറെ വാങ്ങിക്കാന്ന് പറഞ്ഞ് കുഞ്ഞാറ്റക്കുട്ടിനെ സമാധാനിപ്പിച്ച് പുറത്തേക്ക് ഇറക്കി. ഇവിടെ വന്നിട്ട് എന്തെങ്കിലും വാങ്ങിക്കുക എന്നുള്ളതിനെക്കാട്ടിലും ഉപരി ഇതൊക്കെ ഒന്ന് കാണുക എന്നുള്ളതാട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷം. പക്ഷെ കുട്ടികൾക്ക് പിന്നെ നമ്മളിങ്ങനെ കാണിച്ചു മാത്രം കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, അവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചും കൂടെ കൊടുക്കണ്ടേ. അല്ലാണ്ട് പിന്നെ നമ്മൾ അവരെന്തിനാ കൊണ്ടുപോകുന്നില്ലേ, അവർക്ക് ഇത് കാണുന്നതിനെക്കാട്ടിലും എന്തെങ്കിലും അവർക്ക് സ്വന്തമായിട്ട് വാങ്ങിക്കുക എന്നുള്ളതാണല്ലോ. ഇനി നമ്മൾ പോകുന്നത് ഫിജിയിലേക്കാണ്. ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ ഫിജിയിലെ ഡെക്കറേഷൻസ് കണ്ടില്ലെങ്കിൽ ഉറക്കം വരില്ല. അപ്പോൾ ആസ് യൂഷ്വൽ ഫിജിയിൽ ഇപ്രാവശ്യം നല്ല അടിപൊളിയായിട്ട് എല്ലാ ക്രിസ്മസ് ഡെക്കറേഷൻസും, മുന്നിൽ തന്നെ വലിയൊരു സാന്താക്ലൂസ് ഉണ്ടായിരുന്നു. നമ്മൾ കയറി പോണ വഴിക്ക് ഈ ഒരു സ്റ്റെയറിൻ്റെ മൂലയ്ക്കലായിട്ടും സാന്ത ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നും വിൽക്കാനല്ല തോന്നുന്നത്, ഇതൊക്കെ അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുന്നത്തെ പ്രാവശ്യമൊക്കെ ഇവർ ഈ ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞാറ്റക്കുട്ടി പല പല പ്രായത്തിലും ഈ മൂലയ്ക്ക് നിന്ന് ഫോട്ടോ എടുത്തിട്ടുള്ള ഫോട്ടോസ് ഉണ്ട്. ഇനി നമുക്ക് എന്തായാലും ഫിജിനകത്തേക്ക് പോയി നോക്കാം. ഇവിടെ ഇപ്രാവശ്യം ഒരുപാട് ക്രിസ്മസ് കളക്ഷൻസ് പുതിയത് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം ഭയങ്കര രസമുണ്ടായിരുന്നു. മാത്രമല്ല എല്ലാം നല്ല യുണീക്ക് പീസസ് ആയിരുന്നു കേട്ടോ. ക്രിസ്മസിന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് വീട് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. എന്താ നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ്. ഞാൻ എന്തിനാണ് ഇങ്ങനെ പറയുന്നതല്ലേ, നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇത്രയും ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ആണ്. അതുപോലെ തന്നെ നല്ല വിലയുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കുഞ്ഞാറ്റക്കുട്ടി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു ഹെയർ ബാൻഡ് നോക്കുമായിരുന്നു. അപ്പോൾ ഹെയർ ബാൻഡ് അവളുടെ കയ്യിൽ ഇല്ല കേട്ടോ. അതായത് ക്രിസ്മസിന്റെ ഒരു റെയിൻഡിയറിന്റെ ഒരു ഹെയർ ബാൻഡ് അത് അവൾക്ക് ഇല്ലായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ കുഞ്ഞാറ്റക്കുട്ടി കയ്യിൽ വെച്ചിട്ടുള്ള ഈ ഒരു ഇപ്പോൾ എടുത്ത് പപ്പ വെച്ച് കൊടുക്കുന്ന ഈ ഒരു ഹെയർ ബാൻഡ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. നമുക്ക് ഫോട്ടോഷൂട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒക്കെ വെക്കാം, ചുമ്മാ ഒരു സന്തോഷത്തിന് വാങ്ങിച്ചതാണ്. പിന്നെ പപ്പ കണ്ണാടി വേണമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഓൾറെഡി അവളുടെ കയ്യിലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അവൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞാറ്റയ്ക്കും നിയമോൾക്കും ഒക്കെ വേണ്ടിയിട്ട് പപ്പ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ന്യൂ കളക്ഷൻസ് ആട്ടോ. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ്, അതായത് ഫിജിയിൽ വന്നിട്ട് ഞാൻ ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. എല്ലാം പുതിയ കളക്ഷൻസ് ആയിരുന്നു. നല്ല ക്യൂട്ടാണ്. എനിക്കിതൊക്കെ വാങ്ങിച്ചുകൊണ്ടോണമെന്നുണ്ടായിരുന്നു. ഒരുപാട് പൈസയായിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം വാങ്ങിക്കാം, ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിക്കാം. പക്ഷെ അല്ലെങ്കിൽ നമുക്കിതൊക്കെ ഒന്ന് കണ്ട് സന്തോഷിച്ച് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് വരാം. പിന്നെ കുറേ നമ്മുടെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന കുറേ ബോൾസും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ വീഡിയോയിൽ എന്നെ കാണാനുണ്ടാവില്ല അല്ലേ, കാരണം ഞാനാണല്ലോ ഇതെല്ലാം എടുക്കുന്നത്.
ഇതൊക്കെ പുൽക്കൂടിന്റെ സെറ്റുകളാണ് കേട്ടോ, പുൽക്കൂടിൽ വെക്കുന്ന സെറ്റുകളാണ്. പിന്നെ കാക്കോ തൂക്കി പിടിച്ചിരിക്കുന്ന സാധനത്തിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു ഗൈസ്, അതുകൊണ്ട് നമ്മളൊന്നും വാങ്ങിച്ചില്ല. പിന്നെ കുഞ്ഞാടിയുടെ കയ്യിലിരിക്കുന്നത് ഇതൊക്കെ ഉണ്ടോ, ഇതിനൊക്കെയാണ് റേറ്റ് കുറവുള്ളത്. ഒരു 100-150 ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒന്നും കൂടെ ഞങ്ങൾ എടുത്തു. ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ, ഈ കാണുന്ന പോലെ തന്നെ നല്ല നല്ല ഭംഗിയുണ്ട്, അതുപോലെ നല്ല റേറ്റ് ഉണ്ട് ഗൈസ്. അപ്പം ഞാൻ ചുമ്മാ പറയാം കേട്ടോ, നിങ്ങൾ ഇത് കാണുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കുമല്ലോ എന്താണ് ഇതിനൊക്കെ വില വരുന്നത് എന്നുള്ളത്. അപ്പോൾ അത്യാവശ്യം റേറ്റ് ഉണ്ട് നിങ്ങൾ അറിഞ്ഞോളൂ എന്ന രീതിയിൽ ഞാൻ പറയുകയാണ്. പിന്നെ ഈ ഒരു സാധനം കാക്കു വേണമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട കാക്കു, നമ്മൾ വീട് പെയിന്റ് ഒക്കെ അടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ടായിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. കാക്കു പറയായിരുന്നു ഇതിലിങ്ങനെ ഫ്ലവേഴ്സ് ഒക്കെ ഹാങ് ചെയ്തിട്ട് രസം ഉണ്ടാവും എന്നൊക്കെ. രസം ഉണ്ടാവും, പക്ഷെ പെയിന്റ് അടിച്ചതിന് ശേഷം വെക്കാം എന്ന് ഞാൻ പറയുമായിരുന്നു കേട്ടോ. അങ്ങനെ ഫിജിയിലെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് ക്രിസ്മസ് ട്രീ വാങ്ങണം, അതുകൂടെ വാങ്ങിയിട്ട് ഞങ്ങൾ പോവാണ്. അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.